ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിലേറ്റം വാത്സല്യമുള്ളവരെ, ഇന്ന് മെയ് മാസം 20-ാം തീയതി ചൊവ്വാഴ്ച, തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14, വാക്യങ്ങൾ 27 മുതൽ 31 വരെ. ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് സമാധാനം നൽകുന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവ് ഇപ്രകാരം പറയുകയാണ്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. കർത്താവിൻ്റെ ഈ വാക്യങ്ങളിൽ ഒരു കാര്യം വ്യക്തം: ക്രിസ്തു നൽകുന്ന സമാധാനത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്തുവിൽ സമാധാനം ഈ ലോകത്തിൻ്റെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല എന്നത് തന്നെ. വളരെ സാധാരണഗതിയിൽ സമാധാനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധവും കലഹവും ഭിന്നതയും ഒന്നുമില്ലാത്ത ഒരു കാലയളവാണ്. പക്ഷേ ക്രിസ്തു നൽകുന്ന സമാധാനം അല്പം കൂടി വ്യത്യാസമുള്ളതാണ്. ക്രിസ്തു സമാധാനത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ വളരെ മനോഹരമായിട്ടാണ് സമാധാനത്തിനെ വിശദീകരിക്കുന്നത്. 3 തരം അവസ്ഥകളെ വിശുദ്ധൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട്, സമാധാനം എന്ന് പറയുന്നത് ഒരു മനഃശാന്തിയാണ്. ദൈവത്തെ നമ്മുടെ ചിന്തകളുടെയും ഭയത്തിൻ്റെയും ആകുലതയുടെയും അതിനാഥനാക്കുക. ദൈവം നമ്മളെ ഭരിക്കുന്ന സമയങ്ങളിൽ, ദൈവം നമ്മുടെ അതിനാഥനാകുമ്പോൾ മനസ്സിന് ശാന്തത കൈവരിക്കാൻ സാധിക്കും. സമാധാനം നമുക്ക് ലഭിക്കും. രണ്ടാമതായിട്ട്, ഹൃദയലാളിത്യം. ജീവിതത്തിൽ നമുക്കുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതി ജീവിക്കുവാനുള്ള ഹൃദയത്തിൻ്റെ തുറവി. ഹൃദയലാളിത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് തന്നെയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതാണ് ഹൃദയലാളിത്യം, ദ സിംപ്ലിസിറ്റി ഓഫ് ഹാർട്ട്സ്. മൂന്നാമതായിട്ട് വിശുദ്ധൻ പറയുന്നത് ആത്മസമാധാനമാണ്, ദ ട്രാങ്ക്വിലിറ്റി ഓഫ് സോൾ. അതായത് ദൈവത്തിനോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെട്ട് ജീവിക്കുക, കലഹമൊന്നുമില്ലാതെ രമ്യതയിൽ ജീവിക്കുന്ന അവസ്ഥ. ഇതിനെയാണ് ഈ ആത്മസമാധാനം എന്നതുകൊണ്ട് വിശുദ്ധൻ അർത്ഥമാക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസിന്റെ ഈ നിർവചനത്തിൽ ഒരു കാര്യം വ്യക്തം: സമാധാനം എന്നത് ബാഹ്യമായ കാഴ്ചപ്പാടുകളിലല്ല, നേരെ മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉത്ഭവിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിനോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെട്ട് ജീവിക്കുക എന്നതുകൊണ്ട് സമാധാനം നമ്മുടെ ഉള്ളിൽ കൈവരിക്കാൻ സാധിക്കും. ക്രിസ്തു സമാധാന രാജാവാണ്. ഈ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകുമ്പോഴാണ് അസമാധാനം കടന്നു വരുന്നത്. എല്ലായിടത്തും സമാധാനം പുലരട്ടെ. ആമേൻ.